പ്രേക്ഷകരൊക്കെ കണ്ട ഒരു സിനിമ തന്നെയാണ്. പടം, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഒരു മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. സമൂഹത്തിനൊരു എന്താ പറയുക, ഒരു മെസ്സേജാണ് ഇതിൻ്റെ കാണിക്കുന്നത്. കാരണം അങ്ങനെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, നല്ല പടമാണ്. ഹലോ, ഇഷ്ടപ്പെട്ട ഡാൻസ് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കഥ എങ്ങനെയുണ്ടായിരുന്നു? അതെ, ഇഷ്ടപ്പെട്ട ഡാൻസ് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട പറഞ്ഞോ, സിനിമ ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുമെന്നൊരു തോന്നലുണ്ടായി. ഫാമിലി വാച്ചാണ്. സ്റ്റോറി വൈസൊക്കെ ആകുമ്പോൾ സ്റ്റോറി വൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പടം വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല, ആവറേജായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു സോഷ്യൽ ഇഷ്യൂമാണ് നമ്മൾ സംസാരിച്ചേക്കുന്നത്. അത് വർക്കൗട്ട് ആയി തന്നെയാണ് വിശ്വാസം. തിയേറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരും ഐഡി പടം ധ്യാനത്തിനൊരു നല്ലൊരു സിനിമ. അതായത് തുടർച്ചയായിട്ട് കുറേ പരാജയ ചിത്രങ്ങളാണ് പുള്ളി തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി 2025 ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു ഗംഭീര ഒരു ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള കണക്റ്റാകുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിൽ എന്തായാലും നല്ലൊരു പടം.